ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ക്യാപ്പിൽ ഇതൊക്കെയാണ് ഡയമെൻഷൻസ്. നമുക്ക് ക്യാപ്പ് ഉപയോഗിക്കാൻ ഇതിലത്രയ്ക്ക് പണിയൊന്നുമില്ല. അപ്പോൾ ഇതാദ്യം സേവ് ചെയ്യാം. സേവ് ചെയ്യണതിന് മുന്നേ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഹോള് എന്തായാലും വേണം. അത് ഞാൻ വിട്ടുപോയി. ആ ഹോൾ, ഈ ക്യാപ്പിലൊരു ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നേരെ ഹോൾ വിസാർഡ്, ഹോൾ പറഞ്ഞാൽ ത്രെഡിൻ്റെ ഹോളാണ്. അപ്പം ഹോൾ സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ISO സെലക്ട് ചെയ്യാം. ടൈപ്പിൽ ടാപ്ഡ് ഹോള്, അതിൽ M36 ഉണ്ട്. M36 ഇവിടെ നോക്കിയാൽ മതി, കാണും. ഓക്കെ, M36 ബ്ലൈൻഡ് മാറ്റിയിട്ട് നമുക്ക് ത്രൂ ആൾ കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊസിഷനിൽ 3D സ്കെച്ച് എടുക്കാം. നമുക്ക് ഓക്കെ, ഈ സർക്കിളിൻ്റെ അറ്റത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ സെൻറ്റർ പോയിന്റ് വരും. സെൻറ്റർ പോയിന്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് അവിടെ ഹോളായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇപ്പോൾ ഇത് കാണില്ല, ത്രെഡ് കാണില്ല. ത്രെഡ് കാണാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്ഷൻസിൽ പോവാം. ഡോക്യുമെന്റ് പ്രോപ്പർട്ടിയിൽ ഡീറ്റെയിലിംഗിൽ ഷെയ്ഡഡ് കോസ്മെറ്റിക് ത്രെഡ് ഓക്കെ കൊടുക്കാം. കണ്ടോ? അപ്പോൾ അതാണ് ഉദ്ദേശം. ഈ വിസാർഡ്, ഹോൾ വിസാർഡിൽ ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് സർക്കിൾ വരച്ചിട്ട് എക്സ്ട്രൂഡ് കട്ട് കൊടുത്താൽ മതി. ഇനി ഫില്ലേറ്റിൻ്റെ അണ്ടറിൽ, ഫില്ലേറ്റ് ആയിപ്പോയി. ഫില്ലേറ്റിൻ്റെ അണ്ടറിൽ ചാംഫർ ഉണ്ട്. ഈ ചാംഫർ നമുക്ക് ഏതെങ്കിലും ഒരു തൽക്കാലം 5 ഇട്ട് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് 5 ഓവറായിപ്പോയി. 3 കൊടുക്കാം. 3 വേണ്ട, 2 mm കൊടുക്കാം. ഓക്കെ, ഇതാണ് കണ്ട ചാംഫറിലായിട്ട്. അത് എന്തിനാണ് പറഞ്ഞാൽ അത് ഇന്നറിൽ കുറച്ച് താന്ന് പൊസിഷനിൽ നിൽക്കാൻ. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ആണ് ഓൾറെഡി. ഇനി ഫയല് ന്യൂ എടുക്കാം. ന്യൂ എടുത്തിട്ട് ഓക്കെ, പാർട്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്യാപ്പിന് ലൈൻ സ്കെച്ച്, ഒരു ഫ്രണ്ട് പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്കൊരു സെൻട്രൽ ലൈൻ വേണ്ടി വരും. സെൻട്രൽ ലൈൻ വരച്ചിട്ട് ഇനി ടോട്ടൽ ലെങ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം 42 mm. ഇനി കുറച്ച് മാറിയിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇതിൻ്റെ എൻഡ് മുതൽ ഓക്കെ, ഇനി ഒന്ന് ചരിഞ്ഞിട്ട് ഓക്കെ ഇതിൻ്റെ സ്ട്രൈറ്റിൽ ഇത് ജോയിൻ്റ് ആയി കൊടുക്കാം. ഓക്കെ, ഇനി ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ലൈൻ്റെയും കൂടി ലെങ്ത് 11.5. അതിൽ ചിലപ്പോൾ ഡയമീറ്റർ, ഡ്രോയിങ്ങിൽ ചിലപ്പോൾ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് ഈ എൻഡ് തൊട്ടിട്ട് ഈ എൻഡ് വരെയുള്ളത് 32 mm. ഇങ്ങനെയൊക്കെ വന്നു പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ മൂവ് ആക്കാൻ പറ്റുന്നതാണ്. കേട്ടോ, ഇതൊക്കെ മൂവ് ആക്കാൻ പറ്റും. ഇനി ഈ ലെങ്ത്തും കൂടി ഒന്ന് ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. -19 mm. ഓക്കെ, ഇനി ഇതിങ്ങനെ ചരിഞ്ഞിട്ടാണ്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മൂവ് ആകും. നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുത്താലേ അത് മൂവ് ആണ്ടിക്കും, പൊസിഷനിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഈ ലൈനും കൂടിയിട്ട് ഡയമെൻഷൻ 6 mm കൊടുക്കാം. ഓക്കെ, ഒരു കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് ലൈനും കൂടി സെലക്ട് ചെയ്യാം. കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ട് പാരലൽ കൺസ്ട്രെയിൻ, അത് രണ്ടും കൂടി പാരലായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ടോപ്പിൽ ഈ ടോട്ടൽ ലെങ്ത് 12 mm കൊടുക്കാം. ഓക്കെ, ഏകദേശമുള്ളതൊക്കെ കഴിഞ്ഞു. ഏകദേശമുള്ളതൊക്കെ നമ്മൾ ഇതാക്കിയെന്ന് തോന്നുന്നു. ഈ ടോപ്പിലത്തെ ലൈനും അത് ഒന്ന് കൺസ്ട്രെയിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ലൈനും കൂടി പാരലൽ കൺസ്ട്രെയിൻ കൊടുത്താൽ ഓക്കെ, രണ്ടും കൂടി പാരലലാണ്. ഇനി നമുക്ക് എക്സിറ്റ് സ്കെച്ച് കൊടുക്കാം. റിവോൾവ് കൊടുക്കാം. റിവോൾവ് കണ്ട ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ സെൻട്രൽ ലൈനിന്റെ ബേസ് വെച്ചിട്ട് റിവോൾവ് ആയിക്കോളും. ഓക്കെ, കണ്ട റിവോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കാണാൻ വേണ്ടിയിട്ട് പ്ലെയിൻ വൈറ്റ് എടുക്കാം. ഇനി ഇതിൽ 4 ഹാഫ് കട്ട് ഉണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സെൻട്രലിൽ കൂടെ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ റൈറ്റ് പ്ലെയിൻ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തൽക്കാലം ഇപ്പോൾ റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സർക്കിൾ എടുക്കാം. ഇതിൻ്റെ സെൻട്രൽ, ഈ ലൈനിൻ്റെ സെൻട്രലിൽ വെച്ചിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡയമെൻഷൻ സെറ്റ് ചെയ്യാം.
10 mm. 10 mm. ഓക്കെ. എക്സിറ്റ് സ്കെച്ച് ചെയ്യാം. എക്സിറ്റ് സ്കെച്ച് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് കട്ട്, ഇപ്പുറത്തെ ഓപ്ഷൻസ് എക്സ്ട്രൂഡ് കട്ടിൽ ഒരു ഭാഗത്തേക്ക് ഒരു ഡയറക്ഷൻ മാത്രമായിരിക്കും ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ ബോത്ത് ഡയറക്ഷൻ അതുകൊണ്ട് കൊടുക്കാം. ഇതിലൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ സമയം നമുക്ക് ഓരോന്നിൻ്റെ നമുക്ക് ഓരോ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ഇതിൽ ത്രൂ ആൾ കൊടുക്കാം. ഓക്കെ, കണ്ടോ. ഇനി ഇതിലിപ്പോൾ ആദ്യം ഒരു കട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇത് കണ്ടോ, ലീനിയർ പാറ്റേണിൽ പോവാം. സർക്കുലർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സർക്കുലർ പാത്ത് ഇത് ഏതെങ്കിലും ഒരു സർക്കിൾ, ഇത് ഓൾറെഡി ആ സ്കെച്ച് സെലക്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം വേണം പറഞ്ഞാൽ ഈ ലൈൻ ഏതെങ്കിലും ഒരു സർക്കുലർ പാത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ എത്ര എണ്ണം വേണം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആദ്യം 2 എണ്ണം ക്രിയേറ്റ് ചെയ്താൽ മതി തോന്നുന്നു. 2 എണ്ണം അല്ല, 3 എണ്ണം. ഓക്കെ, 4 എണ്ണം. ഓക്കെ, 4 ഹോൾ ക്രിയേറ്റ് ചെയ്ത് 4-ാമത്തെ മതി. കേട്ടോ, നമ്മുടെ ഇവിടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേവ് കൊടുക്കാം. ക്യാപ്പ് എന്ന് അടിക്കാം. ക്യാപ്പ് ഹെഡ് ഇടാം. ഓക്കെ, ഇനി നമുക്ക് സ്ക്രൂ ഗേജിന്റെ ബാക്കി പാർട്ടായിട്ടുള്ള അതിന്റെ വാഷർ ക്രിയേറ്റ് ചെയ്യാം. വാഷർ കഴിഞ്ഞ് നെറ്റ് ഉണ്ട്. ഇനി നെറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ 7-ാമത്തെ ടോമി ബാർ ഉണ്ട്. ടോമി ബാർ പറഞ്ഞാൽ ടൈറ്റ് ആക്കാനും താത്താനൊക്കെ ഉള്ളതാണ്. അത് നമുക്ക് വാഷർ ക്രിയേറ്റ് ചെയ്യാം. വാഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് എന്തായാലും ഒരു കോർണർ റെക്റ്റാങ്കിൾ വരച്ചാൽ മതി. അതാകുമ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. ഓക്കെ, നമുക്ക് ഡയമെൻഷന് 8 mm. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 70 mm, 17.5. ഓക്കെ, അതിൻ്റെ ഡയമെൻഷനും ഇതൊന്നും ഞാനിപ്പോൾ റേഡിയസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ ഡ്രോയിങ് നോക്കുമ്പോൾ ചിലപ്പോൾ ഡയമെൻഷൻസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ കൊടുത്തിട്ട് ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് എക്സ്ട്രൂഡ് വേണ്ട കേട്ടോ. എക്സ്ട്രൂഡ് അല്ല, റിവോൾവ് ആണ്. റിവോൾവ് ബേസ്ഡ് ഓൺ ദ സെൻറ്റർ ലൈൻ, ഈ കോർണർ ലൈൻ. ഓക്കെ, ഇത് ആയിട്ടുണ്ട്. പ്ലെയിൻ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കാണുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വൈറ്റ് ആയതുകൊണ്ട്. ഇനി നമുക്കിതിൽ എന്താണ് വാഷറിന് ഹോളിൽ സ്ക്രൂ കിടക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോൾ വിസാർഡ് എടുക്കാം. ഹോൾ വിസാർഡ് എടുത്തിട്ട് ചാംഫർ ഉള്ള ഹോളിലെ കണ്ടെയ്നർ ഈ ടോപ്പിലത്തെ 2-ാമത്തെ ഓപ്ഷൻ അതാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഓപ്പറേഷനിൽ. എന്നിട്ട് IS എടുക്കുക, CTSK ഫ്ലാറ്റ്. ഓക്കെ, എന്നിട്ട് M3 സ്ക്രൂവിൻ്റെ ലെങ്ത് M3. ഓക്കെ, നോർമൽ. എന്നിട്ട് നമുക്ക് ത്രൂ ആള് മാറ്റിയിട്ട് ഓക്കെ, അതിൻ്റെ വാല്യൂ നോർമൽ ഈ ഷോ കസ്റ്റം സെറ്റിങ്സ് ഉണ്ടാവും. ആ ഒരു സെറ്റിങ്സിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് മാറ്റം വരുത്തുന്നത്. ആ സ്ക്രൂ കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിലാക്കണം. അപ്പോൾ അതിന് ആ ഡ്രോയിങ് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് നോക്കി ചെയ്താൽ മതി. 14.5 അതിൻ്റെ മൊത്തത്തിലുള്ള നിങ്ങൾ സോൾഡ് വർക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഏത് ആംഗിളാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇന്നർ ലെങ്ത്തും ഔട്ടർ ലെങ്ത് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 25 ആണ് ഇന്നർ ലെങ്ത്. പിന്നെ ഡിഗ്രി വന്നിട്ട് 90 ഡിഗ്രി തന്നെ അതിൻ്റെ ചാംഫർ. ഓക്കെ, ടൈപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് പൊസിഷൻ കൊടുക്കണം. 3D സ്കെച്ചിൽ എന്തായാലും സർക്കിളിൻ്റെ കോർണറിൽ കൊണ്ട് മൗസ് പോയിന്റ് വെച്ച് പറഞ്ഞാൽ തന്നെ സെൻറ്റർ പോയിന്റ് വരും. സെൻറ്റർ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ പൊസിഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ടിക്ക് മാർക്ക് കൊടുക്കുക. കേട്ടോ, ഇതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഇത് വന്നു. ഇനി നമുക്ക് ടോപ്പിലൊരു ഫില്ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലൈറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് 1 mm സെലക്ട് ചെയ്യാം. 1 mm. ഓക്കെ കൊടുക്കാം. നമുക്ക് സേവ് ചെയ്യാം. വാഷർ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ,